ഓൾറെഡി ഒരു ഹിറ്റായിട്ടൊരു പടം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടാമത് പടം വന്ന് ഹിറ്റ് അടിക്കുന്നത് വളരെ കഷ്ടമാണ്. മൂന്നാമതൊരു പടം ചിലപ്പോൾ നല്ല വരും, അത് വളരെ കഷ്ടമാണ്. ചിലപ്പോൾ നല്ല പടമായിരിക്കും, അതിൻ്റെ കൂടെ നാലാമതൊരു നല്ല പടം എന്ന് പറഞ്ഞാൽ ആലോചിച്ചു ഒരാഴ്ച 9 പടം ഇറങ്ങുന്ന സ്ഥലമായിട്ട് അവിടെ ഇപ്പം 4 പടം നല്ലതെന്ന് വിചാരിച്ചു, 5ാമത്തെ പടത്തിന് ആൾ കയറുമോ? എങ്ങനെയാണ് നമ്മുടെ ആവറേജ് നമ്മുടെ കേരളത്തിൻ്റെ വരുമാനം എത്രയാണ് പെർ മന്ത്? 30,000 40,000 എന്തൊക്കെയല്ലേ ഉള്ളൂ. ഒരു ഫാമിലി തിയേറ്ററിൽ പോയി വരണമെങ്കിൽ 2,500 രൂപ തിയേറ്ററിൽ അങ്ങനെ കൊടുക്കുക മാക്സിമം ഒരു പടം. ഇപ്പം അങ്ങനെയൊക്കെ ഹിറ്റ് അടിച്ചാൽ വളരെ കുറവാണ്. ഇപ്പം പ്രേമലു, മഞ്ഞുമല്, ബ്രഹ്മയുഗം ഈ 3 പടം ഒരു മാസം 3 ആഴ്ച ഇടയ്ക്ക് ഹിറ്റ് അടിച്ച് വളരെ വലിയ ചരിത്രമാണ്. ഒരു ഓണത്തിന് 3 പടം സൂപ്പർ ഹിറ്റ് അടിച്ച കാലമുണ്ട് ഇവിടെ. നമ്മളിപ്പോ കണ്ടന്റ് എന്ന് പറയുന്നുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ലോക എന്ന് പറഞ്ഞ സിനിമ ഇപ്പൊ കാണുമ്പോൾ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. ഇതുപോലത്തെ ഇപ്പൊ ഈ ആഴ്ച തന്നെ നിങ്ങൾക്ക് ഒരു 3 ലോക അതുപോലത്തെ വേറെ ഇറക്കി കൊണ്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടാവില്ല. പറയുമ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന്റെ കണ്ടന്റ് ഭയങ്കര ഫ്രഷ് ആണെന്ന് നിങ്ങൾ പറയും. ഇതേപോലെ ഓക്കെ എന്നാ പിന്നെ ഇത് ഹിറ്റായി ഇതേ പാറ്റേൺ ഞങ്ങൾ പണ്ട് അത് കുറച്ചുകൂടെ വർക്കിംഗ് ആയിരുന്നു. ഇപ്പൊ എനിക്കറിയില്ല, ഇപ്പൊ ആൾക്കാർക്ക് അത് കുറെ കൂടി OTTയും നമ്മൾ ഒരുപാട് സിനിമകൾ കാണുന്നതിന്റെ ഒരിടയ്ക്ക് നെറ്റ്ഫ്ലിക്സിൽ ഭയങ്കര എന്താണ് ബ്ലഡ് ഷെഡ് ഉള്ള അല്ലെങ്കിൽ ത്രില്ലർ സാധനങ്ങൾ ഭയങ്കര ശരിക്കും. അപ്പോൾ ആൾക്കാർ അത് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നമുക്കൊരു ഫൈറ്റ് മൂവി ഇവിടെ ഹിറ്റ് അടിച്ചു എന്ന് വിചാരിച്ചു, എനിക്ക് വരുന്ന ഒരാഴ്ച കേൾക്കുന്ന 4 കഥയും ഫൈറ്റ് മൂവി ആയിരിക്കും. വെറുതെ ഒരു കാര്യമില്ല, നായകൻ എടുത്തിട്ട് ഞാൻ പറയട്ടെ, ഞാൻ ഗെറ്റ് സെറ്റ് ബേബി ചെയ്യുന്നതിന് മുന്നേ അത് IVF സ്റ്റോറിയാണല്ലോ. ഞാൻ 8 കഥ കേട്ടിട്ടുണ്ട്. IVF 8 കഥ അതൊക്കെ ട്രെൻഡായിട്ട് വരുമോ? ഞാൻ ഒരു ദിവസം കേട്ട 3ാമത്തെ കഥയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഞാൻ ഇവരോട് ചോദിച്ചാൽ നിങ്ങൾ എന്തിൻ്റെ ബേസിസിൽ ഇത് എടുക്കണം? ഇവിടെ എന്ത് കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ന്യൂസ് ഉണ്ടായതുകൊണ്ടാണോ ഇങ്ങനെ ഒരു കഥയായിട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മറ്റേ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊരു ഫ്രഷ് കണ്ടന്റ്. ഞാൻ പറഞ്ഞല്ല, പിന്നെ ഒരിടയ്ക്ക് കോവിഡ് കഴിഞ്ഞ സമയത്ത് ഒരു മുറിയിൽ അകപ്പെടുന്ന, ഒരു റൂമിൽ അകപ്പെടുന്ന, ഒരു ഹോട്ടലിൽ അകപ്പെടുന്ന അതിൽ ഇഷ്ടം പോലെ സിനിമകൾ വരുമായിരുന്നു. പിന്നെ അപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഓൾറെഡി ഒരു അടച്ചിടപ്പെട്ട മുറിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് പിന്നെയും നിങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലോസ്ട്രോഫോബിക് ആക്കുന്ന തരത്തിലുള്ള സിനിമകൾ കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് അത് കാണാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ലല്ലോ.